നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് പ്രധാന വാർത്തകൾ. IPL-ൽ പാറ്റ് കമ്മിൻസിന് റെക്കോർഡ് വില 20.5 കോടിക്ക് സ്വന്തമാക്കി ഹൈദരാബാദ്. ഡാരിൽ മിച്ചൽ 14 കോടിക്ക് ചെന്നൈ ടീമിൽ. ഹർഷൽ പട്ടേൽ പഞ്ചാബിലും ഷാർദുൽ ചെന്നൈയിലും. ലേലം തുടരുന്നു. ഗവർണർ സർക്കാർ പോര് തുടരുന്നു. മിഠായി തെരുവിലൂടെ നടന്ന ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകാൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കം. ഇന്നും SFIയുടെ കരിങ്കൊടി പ്രതിഷേധം. പാർലമെന്റിൽ ഇന്നും കൂട്ട സസ്പെൻഷൻ. 49 പ്രതിപക്ഷ MP-മാർക്കെതിരെ കൂടി നടപടി. സഭകളിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷത്തെ വിമർശിച്ച് പ്രധാനമന്ത്രി. പ്രളയ ദുരിതത്തിൽ തെക്കൻ തമിഴ്നാട്. ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. കേന്ദ്ര സഹായം തേടി സ്റ്റാലിൻ. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉടൻ തുറക്കില്ല. ഭൂചലനത്തിൽ ഞെട്ടി ചൈന. മരണസംഖ്യ ഉയരുന്നു. നിരവധി പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം ഉയരും. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡിൽ കേസെടുത്തു. പോലീസ് നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ. കാർഡ് വ്യാപകമായി തയ്യാറാക്കിയതായി കണ്ടെത്തൽ. ശക്തമായ നടപടി വേണമെന്ന് കമ്മീഷൻ. കോവിഡ് ആശങ്ക അകലുന്നില്ല. സംസ്ഥാനത്ത് ഇന്നലെ 222 കേസുകൾ. ആരോഗ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് കേന്ദ്രം. IPL-ൽ താരലേലം. IPL-ൽ ചരിത്രത്തിലെ റെക്കോർഡ് തുകയ്ക്ക് പാറ്റ് കമ്മിൻസിനെ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കി. 20.5 കോടി രൂപയ്ക്കാണ് കമ്മിൻസിനെ ഹൈദരാബാദ് ടീമിലെത്തിച്ചത്. ഡാരിൽ മിച്ചലിനെ 14 കോടിക്കും രജിൻ രവീന്ദ്രയെ 1.80 കോടിക്കും ചെന്നൈ സ്വന്തമാക്കി. 11.75 കോടിക്ക് ഹർഷൽ പട്ടേലിനെ പഞ്ചാബ് ടീമിലെത്തിച്ചു. MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, താരലേലം നടക്കുകയാണ്. ഇപ്പോൾ ആരൊക്കെയാണ് സോൾഡ് ആയിട്ടുള്ളത്? ബാക്കി ആരാണ്? കമ്മിൻസിന്റെ കഴിഞ്ഞ പെർഫോമൻസ്, കളികളിലെ പെർഫോമൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഇത്രയധികം, അതും റെക്കോർഡ് നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ധന്യ. തീർച്ചയായും, അതായത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനെ IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് ഹൈദരാബാദ് ടീമിലെത്തിച്ചിരിക്കുന്നത്. 20.50 കോടി രൂപയ്ക്കാണ് അവർ ടീമിലെത്തിക്കുകയും ചെയ്തത്. മുൻ താരം, അതായത് നേരത്തെ പഞ്ചാബിൽ സാംകറിനായിരുന്നു 18.75 കോടി എന്ന വലിയൊരു തുകയായിരുന്നു ഇതിനു മുമ്പ് IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് നേടിയ താരം സാംകറിനായിരുന്നുവെങ്കിൽ 2024 ഈ ഓപ്ഷനിലേക്ക് വരുമ്പോൾ അത് പാറ്റ് കമ്മിൻസിന്റെ പേരിലേക്ക് ചേർക്കപ്പെടുന്നു. അതായത് ഈ ലോകകപ്പിൽ, കഴിഞ്ഞ ലോകകപ്പ് കപ്പ് നേടുകയും ഒപ്പം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളായിരുന്നു പാറ്റ് കമ്മിൻസ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം തുക എല്ലാ ടീമംഗങ്ങളും നൽകുകയും ചെയ്തത്. ആദ്യം മുതൽ തന്നെ പാറ്റ് കമ്മിൻസിനായി ചെന്നൈ സൂപ്പർ കിങ്സും ഒപ്പം തന്നെ മുംബൈ ഇന്ത്യൻസുമായിരുന്നു രംഗത്തുണ്ടായിരുന്നു എങ്കിൽ തന്നെ പിന്നീട് അത് മറ്റ് ഫ്രാഞ്ചൈസികൾ കൂടി രംഗത്ത് വരികയും ഒടുവിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ഹൈദരാബാദ് സ്വന്തമാക്കിയെടുക്കുകയായിരുന്നു. പിന്നീട് ഡാരിൽ മിച്ചലിനെ രണ്ടാമത്തെ ഉയർന്ന തുകയാണ് ഈ ഒരു ഇതുവരെ ലേലം പുരോഗമിക്കുമ്പോൾ ഇതുവരെയുള്ള രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന തുകയാണ് 14 കോടിക്കാണ് ന്യൂസിലൻഡ് താരം ഡാരിൽ മിച്ചലിനെ ചെന്നൈ സൂപ്പർ കിങ്സ് 14 കോടിക്ക് ടീമിലെത്തിച്ചിട്ടുണ്ട്. രജിൻ രവീന്ദ്രയും ന്യൂസിലൻഡ് താരവും ഒപ്പം തന്നെ ഇന്ത്യൻ വംശജൻ കൂടിയാണ് രജിൻ രവീന്ദ്ര. ഇരുവരും ഈ ലോകകപ്പിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ള താരങ്ങൾ തന്നെയാണ്. 1.80 കോടിക്കാണ് CSK രജിൻ രവീന്ദ്രയെ ടീമിലെത്തിച്ചത്. കൂടാതെ സോൾഡിലേക്ക് എത്തുമ്പോൾ സ്റ്റീവ് സ്മിത്ത് ആണ് ഏറ്റവും നെറ്റിലുണ്ടാക്കിയത്. ആരും ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളത്. പിന്നെ മനീഷ് പാണ്ഡെ, അങ്ങനെ ആരാണ് അൺസോൾഡിൽ ഇപ്പോൾ കിടക്കുന്നത്? തീർച്ചയായും, അതായത് ഇതുവരെയുള്ളതിൽ 3 താരങ്ങളാണ് അൺസോൾഡ് ആയിട്ടുള്ളത്.
അതിൽ ഏറ്റവും ഞെട്ടിച്ചത് സ്റ്റീവൻ സ്മിത്തിനെ ആരും എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ്. IPL ചരിത്രത്തിൽ ഇതുവരെയും സ്റ്റീവൻ സ്മിത്തിനെ ആരും എടുക്കാതിരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ കഴിഞ്ഞ ഈ ലോകകപ്പിലടക്കവും ഒക്കെ തന്നെ ഒരു മങ്ങിയ പ്രകടനമായിരുന്നു സ്റ്റീവൻ സ്മിത്തിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷേ ആരും താരത്തെ ടീമിലെത്തിക്കാൻ ശ്രമിക്കാതിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അടിസ്ഥാന വിലയായിട്ടുള്ള 2 കോടി വിളിക്കാൻ പോലും ആരും തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊരു താരം മനീഷ് പാണ്ഡെയാണ് മികച്ച പ്രകടനം, അതായത് KKRന് വേണ്ടിയും ഒപ്പം തന്നെ പഞ്ചാബിന് വേണ്ടിയും ഒക്കെ തന്നെ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് മനീഷ് പാണ്ഡെ. ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്. പക്ഷേ കഴിഞ്ഞ സമീപകാലത്തൊക്കെ തന്നെ പ്രകടനം കാഴ്ചവെക്കാൻ അതായത് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടെ പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാകാം താരത്തിനെയും എടുക്കാൻ മറ്റു ടീമുകളൊന്നും തന്നെ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ അൺസോൾഡ് പട്ടികയിലേക്ക് വരുമ്പോൾ സ്റ്റീവൻ സ്മിത്ത് തന്നെയാണ് ഏറ്റവും ഞെട്ടിച്ചത്. ഒപ്പം തന്നെ മറ്റ് താരങ്ങളുടെ, അതായത് നിലവിൽ 6.80 കോടി രൂപയ്ക്ക് ട്രാവിസ് ഹെഡിനെ, ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡിനെ ഹൈദരാബാദ് സ്വന്തമാക്കിയിരിക്കുന്നു. അതിൽ ഈ ഇതുവരെയുള്ള ലേലം വിളിച്ചതിൽ ഏറ്റവും കൂടുതൽ താരങ്ങളെ സ്വന്തമാക്കിയിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ഇതുവരെ 3 താരങ്ങളെ ടീമിലെത്തിച്ചിട്ടുണ്ട്. ഹൈദരാബാദ് 2ാം സ്ഥാനത്തുണ്ട്. അതായത് പാറ്റ് കമ്മിൻസിനെയും ഒപ്പം തന്നെ ട്രാവിസ് ഹെഡിനെയും മികച്ച 6.80 കോടി രൂപയ്ക്കാണ് ട്രാവിസ് ഹെഡിനെയും ഹൈദരാബാദ് സ്വന്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് 24 താരങ്ങളെയാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. അതിൽ 22 താരങ്ങളെ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി 2 പേരെ മാത്രമാണ് ടീമിൽ എത്തിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കി പേഴ്സിൽ അവർക്ക് 11.60 കോടി രൂപ ഇനി ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഏറ്റവും മികവാർന്ന താരങ്ങളെ ടീമിൽ എത്തിക്കാനായിരിക്കും CSK ശ്രമിക്കുക. എന്തായാലും മറ്റു താരങ്ങളും, അതായത് മുംബൈ ഇന്ത്യൻസ് നിലവിൽ അതായത് ജെറാൾഡ് കോഴ്സിയെ മാത്രമാണ് ടീമിൽ എത്തിച്ചിട്ടുള്ളത്. 5 കോടി. മറ്റൊരു വളരെ കൗതുകരമായിട്ടുള്ള കാര്യം ഈ റോമാൻ പൗലിന്റെ കാര്യമാണ്. നേരത്തെ ഡൽഹിയിലായിരുന്നു, പക്ഷെ രാജസ്ഥാനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ശക്തമായ ലേലം വിളിച്ചു എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും ആ പ്ലെയറിന് അത്രയ്ക്കൊരു ഡിമാൻഡ് വന്നത്? അതായത് വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾക്കൊക്കെ തന്നെ നേരത്തെ തന്നെ നമുക്കറിയാം, അതായത് IPL തുടങ്ങുമ്പോൾ തന്നെ ഈ മികച്ച ഹിറ്റർമാരാണ് വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കൂടുതൽ മൂല്യം ലഭിക്കുകയും ഒപ്പം തന്നെ കൂടുതൽ തുക മുടക്കി ഫ്രാഞ്ചൈസികൾ സ്വന്തമാക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മത്സരം ഡൽഹിയിൽ നിന്ന് കൈവിട്ടു പോകുമെന്ന് തോന്നിച്ച KKRമായിട്ടുള്ള മത്സരത്തിലായിരുന്നു അത്. മത്സരം കൈവിട്ടു പോകുന്ന തോന്നിച്ച സ്ഥാനത്ത് നിന്ന് പവൽ തിരികെ ആ മത്സരത്തിൽ വിജയത്തോടു കൂടി ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ പവലിന് സാധിക്കുകയും ചെയ്തു. ആ മത്സരമൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തവണ പവലിന് മികച്ച ഒരു തുക ലഭ്യമായിരിക്കുന്നത്. അതായത് രാജസ്ഥാൻ റോയൽസ് 7.40 കോടി രൂപയ്ക്കാണ് റോമാൻ പവലിനെ ടീമിലെത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റു ടീമുകളുടെ നോക്കുമ്പോൾ ഹാരി ബ്രൂക്കിനെ ഡൽഹി ക്യാപിറ്റൽസ് 4 കോടിക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. ക്രിസ് വോക്സ് പഞ്ചാബ് കിംസിലേക്ക് 4.20 കോടി രൂപയ്ക്കാണ് ക്രിസ് വോക്സിനെ പഞ്ചാബ് സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു താരം ഹർഷൽ പട്ടേലാണ്. അതായത് ഇന്ത്യൻ താരം കൂടിയാണ്. പഞ്ചാബ് കിങ്സ് 11.75 കോടി രൂപയ്ക്കാണ്, അത്രയും വലിയ തുക മുടക്കിയാണ് ഹർഷൽ പട്ടേലിനെ പഞ്ചാബ് കിങ്സ് തിരികെ ടീമിലെത്തിയിരിക്കുന്നത്. നിലവിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ താരം കൂടിയാണ് ഹർഷൽ പട്ടേൽ. എന്തായാലും താരം ലേലം പുരോഗമിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഒരു ബ്രേക്കാണ്. അടുത്ത 3ാം ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സമയമാണ്. അതിൽ കൂടുതൽ ഓൾറൗണ്ടേഴ്സിനെ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഏറ്റവും കുറവ് താരങ്ങളുള്ളത് KKRനാണ്. 13 താരങ്ങളെ മാത്രമാണ് അവർക്ക് ടീമിലെത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി 11 പേരെ അവർക്ക് ടീമിലെത്തിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അവരുടെ പേഴ്സിൽ ബാക്കി 25 കോടി മാത്രമാണ് ബാക്കിയുള്ളത്. ഈ റൂസോയുടെ കഴിഞ്ഞ ദിവസത്തെ ബൈറ്റ് ഉണ്ടായിരുന്നല്ലോ, കോടികൾ വാരിയെറിയും എന്നൊക്കെ. പക്ഷേ റൂസോയ്ക്ക് വലിയ അപമാനമായി പോയല്ലേ, വലിയ തുകയ്ക്കൊന്നും ടീമുകൾ ശക്തമായ രംഗത്ത് വരാതിരുന്നത്? തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. അതായത് കൂടുതൽ തുകയ്ക്ക് താരത്തെ സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ പോലും തന്നെ ഫ്രാഞ്ചൈസികളൊന്നും തന്നെ അതിന് മുതിർന്നില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ധന്യ, അതായത് ഉമേഷ് യാദവിനെ ആര് ടീമിലെത്തിക്കുമെന്നുള്ളത് തന്നെയാണ്. അടിസ്ഥാന വില 2 കോടിയാണ് താരത്തിനുള്ളത്. ഉമേഷ് യാദവ് KKRന് വേണ്ടിയും ഒപ്പം തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ്. ഒപ്പം തന്നെ സമീപകാലത്തൊന്നും തന്നെ ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ ഉമേഷ് യാദവിന് സാധിച്ചിട്ടില്ല. പക്ഷേ താരത്തിന്റെ വരും മണിക്കൂറുകളിൽ, അതായത് അടുത്ത സെറ്റിലേക്ക് വരുമ്പോൾ ഉമേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ ഫാസ്റ്റ് ബോളേഴ്സിന്റെ പട്ടികയിലേക്ക് വരും. അവരെ ആര് സ്വന്തമാക്കുമെന്നുള്ളതാണ്. ഒരു പക്ഷേ KKRലേക്ക് തന്നെ തിരികെ ഉമേഷ് യാദവ് മടങ്ങുമോ അതോ മറ്റേതെങ്കിലും ഫ്രാഞ്ചൈസികൾ താരത്തെ കൊത്തിക്കൊണ്ടുപോകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾക്കും ഓസ്ട്രേലിയൻ താരങ്ങൾക്കുമാണ് ഈ ഒരു ലേലത്തിൽ കൂടുതൽ തുക ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ ഡാനിൽ മിച്ചലിനും മികച്ച ന്യൂസിലൻഡ് താരം ഡാനിൽ മിച്ചലിനും 14 കോടി മുടക്കിയാണ് CSK സ്വന്തമാക്കിയിരിക്കുന്നത്. നന്ദി മിഥുൻ.
ഗവർണർ സർക്കാർ പോര് തുടരുന്നു. മിഠായി തെരുവിലൂടെ നടന്ന ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചെന്നും ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യേണ്ട കാര്യമല്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. കേരളത്തിലെ ക്രമസമാധാനം ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ഡെന്റൽ കോളേജിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഗവർണർക്ക് പട്ടത്തുവച്ച് SFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം ഓരോ ദിവസവും കൂടുതൽ മോശമാവുകയാണ്. പ്രോട്ടോകോൾ ലംഘിച്ചുള്ള ഗവർണറുടെ യാത്രകളാണ് ഇപ്പോൾ സർക്കാരിന്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനും പോലീസിനും തലവേദനയാകുന്നത്. ആദ്യം SFIയുടെ പ്രതിഷേധം കഴിഞ്ഞ 11-ന് തിരുവനന്തപുരത്തുണ്ടായപ്പോൾ ഗവർണർ നടു റോഡിലിറങ്ങി, തെരുവിലിറങ്ങി SFI പ്രവർത്തകരെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നത് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തിയ വിഷയമായി മാറിയിരുന്നു. ഇന്നലെ കോഴിക്കോടും സമാനമായ ഒരു പ്രകടനമാണ് ഗവർണർ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസില്ലാതെ തനിക്ക് യാത്ര ചെയ്യാൻ കഴിയും, തന്നെ ജനങ്ങൾ സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനവുമായാണ് കോഴിക്കോട് ഗവർണർ തെരുവിലിറങ്ങി നടന്നത്. ഇത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമെന്ന ആരോപണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തി. ഈ സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് ഇറങ്ങിയത് സാധാരണ പ്രോട്ടോക്കോളിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ഇതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു നടപടിയല്ല. നേരത്തെ മുൻകൂട്ടി അറിയിക്കുക, അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അതൊക്കെയാണ് സാധാരണയുള്ളത്. പക്ഷേ ഇതിനുള്ളൊരു മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ ഗവർണർ ഒരു തരത്തിലും നിലപാടിൽ പിന്നോട്ട് പോകില്ലെന്ന തീരുമാനത്തിലാണ് ഉള്ളത്. അദ്ദേഹം ശക്തമായി തന്നെ മുഖ്യമന്ത്രിക്കും സർക്കാരിന് വിമർശനങ്ങൾ ഇനിയും തുടരും. കൃത്യമായ നടപടികളിലേക്കും അദ്ദേഹം പോയതിനിടെ ഇന്നലെ രാത്രി തലസ്ഥാനത്തെ ഗവർണർക്കെതിരെ പല സ്ഥലങ്ങളിലും SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരുന്നു. 22 വരെ ഗവർണർക്ക് ഔദ്യോഗിക പരിപാടികളും തിരുവനന്തപുരത്തിലെങ്കിലും ഇന്ന് അദ്ദേഹം രാവിലെ 11 മണിയോടുകൂടി രാജ്ഭവനിൽ നിന്ന് പല്ല് ചികിത്സയ്ക്കായി തിരുവനന്തപുരം ഡെന്റൽ കോളേജിലേക്ക് പോയി. ഡെന്റൽ കോളേജിലേക്ക് പോകുമ്പോഴും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തനിക്ക് കാര്യമായ അസുഖങ്ങളൊന്നുമില്ലെന്ന് ഗവർണർ പ്രതികരിച്ചു. My health is good. Thank God. ഡെന്റൽ കോളേജിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള വഴിയിലായിരുന്നു ഗവർണർ ഇന്ന് പ്രതിഷേധ ചൂടാറുന്നത്. SFI പ്രവർത്തകർ പട്ടം ജംഗ്ഷനിൽ വലിയ പ്രതിഷേധമാണ് ഗവർണർക്കെതിരെ ഉന്നയിച്ചത്. ഒരു വേള പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് മുന്നിൽ ചാടി പ്രതിഷേധിക്കാനും ശ്രമിച്ചു. പോലീസ് വളരെ പണിപ്പെട്ടാണ് പ്രതിഷേധക്കാരെ മാറ്റിയത്. ഗവർണറുടെ എല്ലാ സഞ്ചാരപാതയും അതീവ രഹസ്യമായിരിക്കുമ്പോഴും ശക്തമായ പ്രതിഷേധം നേരിടുകയാണ് ഗവർണർ. വരും ദിവസങ്ങളിലും അത് തുടരും. ഏതായാലും രാജ്ഭവനിൽ നിന്ന് ചില നിർണായക നീക്കങ്ങളും ഈ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് കാലിക്കറ്റ് സർവകലാശാല VC-ക്കെതിരെ ഗവർണർ വലിയ അതൃപ്തിയിലാണ്. സർവകലാശാല ക്യാമ്പസ് തനിക്കെതിരെ ഉണ്ടായ പ്രതിഷേധം, ബാനർ, അതിനപ്പുറത്തേക്ക് സെമിനാറിൽ നിന്ന് VC വിട്ടുനിന്നതും ചാൻസലർ കൂടിയ ഗവർണറെ ചൊടിപ്പിക്കുന്നു. വൈകാതെ ഈ വിഷയത്തിൽ രാജ്ഭവൻ VC-യോട് വിശദീകരണം തേടും. അദ്ദേഹത്തിന് നടപടിക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യം എല്ലാ ദിവസവും കേന്ദ്ര ഗവൺമെൻറ്റിനെ, രാഷ്ട്രപതിയെയും ഗവർണർ അറിയിക്കാറുണ്ട്. അതിനൊപ്പം സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി രൂക്ഷമെന്ന ഒരു വിഷയം ഗവർണറുടെ മുന്നിലുണ്ട്. മാത്രവുമല്ല, സംസ്ഥാനത്തെ ക്രമസമാധാനം തകരുന്നു, ഭരണഘടനാ സംവിധാനങ്ങൾ തകരുന്നുവെന്ന ആരോപണം ഗവർണർ വാർത്താക്കുറിപ്പിലൂടെ ഉന്നയിച്ചിരുന്നു. ഇക്കാര്യം ഒരുപക്ഷെ ഗവർണർ രാഷ്ട്രപതിയെ അറിയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഗുരുതരമായ രാഷ്ട്രീയ വിഷയമായി സംസ്ഥാനത്ത് മാറും. ഗവർണർ പരിണിത പ്രജ്ഞനെന്ന് സ്പീക്കർ എൻ ഷംസീർ. ഗവർണർ സർക്കാർ പോരെ അവസാനിക്കുമെന്ന് ശുഭപ്രതീക്ഷയാണുള്ളത്. ഇനിയൊരു തെരുവ് യുദ്ധത്തിലേക്ക് പോകരുത്. പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിനും ഗവർണർക്കുമാകുമെന്നും സ്പീക്കർ. ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. ഒരു ജനാധിപത്യ രാജ്യമാണ് കേരളം. ഇവിടെ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, വിദ്യാർത്ഥികൾക്കുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുള്ളപ്പം ഉന്നത സ്ഥാനങ്ങളിരിക്കുന്നവർ പാലിക്കേണ്ട ഒരു ഡെക്കോറമുണ്ട്. ഇപ്പോൾ MLA നിലക്ക് ഞാൻ പ്രതികരിക്കുന്നത് പോലെ സ്പീക്കറായി എനിക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. കാരണം ഞാനൊരു ഡെക്കോറം കീപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിലേക്കാണ്. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സ്ട്രീറ്റ് ഫൈറ്റിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് അദ്ദേഹം തന്നെയാണ് ആലോചിക്കേണ്ടത്. ഒരു വിദ്യാർത്ഥികളും ഒരു ഗവർണർ പദവിയിരിക്കുന്ന മനുഷ്യരും തമ്മിൽ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് നടത്തേണ്ട സ്ഥലമല്ല കേരളം. അതോടൊപ്പം തന്നെ പേഷ്യൻസ് കാണിച്ചവരെ
എല്ലാത്തിലും വിജയിച്ചിട്ടുള്ളൂ. പേഷ്യൻസ് എല്ലാവരും കാണിക്കണം. അങ്ങനെ ഒരു കോൺഫ്രണ്ടേഷനിലേക്ക് പോകുന്നത് ഗുണകരമല്ല എന്ന അഭിപ്രായമാണ്. സർവകലാശാലയിലെ സെമിനാറിൽ പങ്കെടുക്കാത്തതിന് ഗവർണർ വിശദീകരണം തേടിയിട്ടില്ലെന്ന് കാലിക്കറ്റ് VC ഡോക്ടർ MK ജയരാജ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പങ്കെടുക്കാതിരിക്കുകയെന്ന് VC പ്രതികരിച്ചു. അതേസമയം SFI ബാനർ അഴിച്ചുമാറ്റിയതിനോട് അഴിച്ചുമാറ്റാത്തതിൽ VCയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഗവർണർക്കെതിരെ കാസർഗോഡും കാഞ്ഞങ്ങാടും ബാനർ. SFIയും DYFIയുമാണ് ബാനർ കെട്ടിയത്. ഇടവേള. ലോക്സഭയിൽ വീണ്ടും കൂട്ട സസ്പെൻഷൻ. പാർലമെന്റ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച 49 പ്രതിപക്ഷ MPമാരെയാണ് ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇതോടെ ലോക്സഭയിലും രാജ്യസഭയിലുമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം 141 ആയി. ലോക്സഭയിൽ 95 അംഗങ്ങളും രാജ്യസഭയിൽ 46 അംഗങ്ങളുമാണ് സസ്പെൻഷനിലുള്ളത്. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ച സഭ 12:30 പുനരാരംഭിച്ചപ്പോഴാണ് അംഗങ്ങൾക്കെതിരെ നടപടി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ നിന്ന് അടൂർ പ്രകാശ്, ശശി തരൂർ, അബ്ദുസമദ് സമദാനി, K സുധാകരൻ എന്നിവരാണ് ഇന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. माननीय सदस्यगण, श्री V वेंथिलिंगम, श्री गुरजीत सिंह औजला, श्रीमती सुप्रिया सुले, श्री सप्तगिरी उलाका, श्री अदूर प्रकाश, श्री अब्दुल समद समदानी, श्री मनीष तिवारी, श्री प्रद्युत बारदोलोई, श्री गिरधारी यादव, श्रीमती गीता कोरा, श्री फ्रांसिस्को सार्दिन्ना, श्री जगत रक्षण, श्री SR पार्थिवन, श्री फारूक अब्दुल्ला, श्रीमती ज्योत्सना महंत, श्री A गणेश मूर्ति, श्रीमती माला राय, श्री पे वेलुसामी, श्री A चल्ला कुमार, श्री शशि थरूर, श्री कार्ति चिदम्बरम, श्री सुदीप बंदोपाध्याय, श्रीमती डिम्पल यादव, श्री हसनैन मसूदी, श्री दानिश अली, श्री खलीलुर रहमान, श्री राजीव रंजन सिंह, श्री DNV सेंथिल कुमार, श्री संतोष कुमार, श्री दुलाल चंद्र गोस्वामी, श्री रवनीत बिट्टू, श्री दिनेश यादव, श्री K सुधाकरन, श्री मोहम्मद सादिक, श्री MK विष्णु प्रसाद, श्री PP मोहम्मद फैजल, श्रीमती साजदा अहमद, श्री जसवीर सिंह गिल, श्री महाबली सिंह, श्री अमोल कोल्हे, श्री सुशील कुमार रिंकू, श्री सुनील कुमार सिंह, डॉक्टर ST हसन, श्री M धनुष कुमार, श्रीमती प्रतिभा सिंह, श्री थोल थिरुमावलम, श्री चंद्रेश्वर प्रसाद, श्री आलोक कुमार सुमन, श्री दिलेश्वर कामेत, श्री अदूर प्रकाश। माननीय सदस्यगण, ये बड़ा अप्रिय प्रसंग है कि अनेक बार आपसे अनुरोध किए जाने के पश्चात भी നടപടിക്കെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നു. എല്ലാ ജനാധിപത്യ മര്യാദകളും സർക്കാർ ലംഘിക്കുകയാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. രാവിലെ ചേർന്ന BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി വിമർശിച്ചു. പാർലമെന്റ് അതിക്രമത്തെ ചില പാർട്ടികൾ പിന്തുണയ്ക്കുന്നതായി മോദി വിമർശിച്ചു.
ഇന്ത്യ മുന്നണി യോഗം ഇന്ന് ചേരും. പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ, MK സ്റ്റാലിൻ തുടങ്ങിയവർ പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിലാക്കുന്നതിനാണ് യോഗം ചേരുന്നത്. സീറ്റ് വിഭജനത്തിന് പുറമെ മറ്റ് പ്രധാന വിഷയങ്ങളിലും ചർച്ച നടക്കും. പാർലമെന്റ് അതിക്രമവും പ്രതിപക്ഷ MPമാരുടെ സസ്പെൻഷന്റെയും പശ്ചാത്തലത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയാകും. തമിഴ്നാട്ടിലെ പ്രളയക്കെടുതിയിൽ 9 മരണം. തെക്കൻ തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. തിരുനെൽവേലി തൂത്തുക്കുടി റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമം തുടരുന്നു. ട്രാക്ക് മുങ്ങിപ്പോയതിനെ തുടർന്ന് ശ്രീവൈകുണ്ഠത്ത് കുടുങ്ങിയ 150 ട്രെയിൻ യാത്രക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ സജയകുമാർ നൽകും. ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈയെ പ്രളയക്കെടുതിയിലാക്കി തമിഴ് ജനതയെ ദുരിതത്തിലോട്ട് ആഴ്ത്തിയ സംഭവത്തിൽ നിന്നും ജനം സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിന് മുൻപ് തന്നെ വീണ്ടും തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴ വലിയ ഒരു പ്രളയക്കെടുതി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് തിരുനെൽവേലി, തൂത്തുക്കുടി പോലുള്ള ജില്ലകളിൽ ഇപ്പോൾ 10,000-ലധികം പേരെയാണ് രക്ഷാപ്രവർത്തനം മൂലം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ജില്ലകൾ ഇന്നലെ രാത്രി മുതൽ ഈ 2 ജില്ലയിലും മഴ അല്പം കുറഞ്ഞിട്ടുള്ളത് ഉണ്ട് എന്നത് ആശ്വാസമാണ്. ഇതുവരെ 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും 2 ജില്ലകളിലും പല പ്രദേശങ്ങളും ദ്വീപ് പോലെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിനോ NDRFനോ അതേപോലെ സന്നദ്ധ സംഘടനകൾക്കോ എത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. എങ്കിൽ പോലും തീവ്ര ശ്രമത്തിലാണ്. ബോട്ട് മൂലം, ഹെലികോപ്റ്റർ മൂലമെല്ലാം രക്ഷാപ്രവർത്തനം ഇവിടെ തുടർന്ന് നടന്നു വരികയാണ്. അതേപോലെ തൂത്തുക്കുടി ജില്ലയിലെ ശ്രീവൈകുണ്ഠത്ത് മെനഞ്ഞാന്ന് രാത്രി തിരുച്ചെന്തൂർ എക്സ്പ്രസ് ശ്രീവൈകുണ്ഠം ഒരു ദ്വീപ് പോലെ റെയിൽവേ സ്റ്റേഷൻ പെട്ടതിനാൽ വെള്ളത്തിനടിയിലായ ചുറ്റുമുള്ള ഗ്രാമങ്ങളും വെള്ളത്തിനടിയാനാൽ ഈ യാത്രക്കാരുൾപ്പെടെ 500 യാത്രക്കാർ ഉൾപ്പെടെ ഈ ട്രെയിനിനുള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവരെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം മൂലം രക്ഷിക്കുവാനുള്ള തീവ്ര ശ്രമം നടന്നു വരികയാണ്. ഹെലികോപ്റ്റർ മൂലം ഇന്ന് രാവിലെ അവർക്ക് ഭക്ഷണ പൊതികൾ എറിഞ്ഞു കൊടുക്കുകയുണ്ടായി. അതേപോലെ ട്രെയിനിലുള്ള മുതിർന്നവർ, ഗർഭിണികൾ, കുട്ടികൾ ഇവരെ ഹെലികോപ്റ്റർ മൂലം മോചിപ്പിക്കാൻ രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രികളിൽ എത്തിക്കാനുള്ള തീവ്ര ശ്രമവും നടന്നു വരുന്നു. അതേപോലെ വാഞ്ചി മണിയാച്ചി എന്ന സ്ഥലത്ത്, അതായത് ശ്രീവൈകുണ്ഠത്ത് നിന്ന് 38 കിലോമീറ്റർ അകലെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ നിന്ന് റോഡ് മാർഗമോ അതേപോലെ വള്ളങ്ങളിലോ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന യാത്രക്കാരെ അവരുടെ വസതികളിലേക്ക്, സ്വന്തം സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ ഒരു സ്പെഷ്യൽ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. അതുപോലെ 13 തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സും ഈ വാഞ്ചി മണിയാച്ചി എന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും റോഡ് മാർഗമോ അതേപോലെ വള്ളങ്ങളിലോ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഈ യാത്രക്കാരെ അവരുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള തീവ്ര ശ്രമവും ഇപ്പോൾ തുടർന്ന് നടന്നു വരുന്നു. ഇവർക്ക് അത്യാവശ്യ ചികിത്സ ആവശ്യപ്പെടുന്ന ഈ യാത്രക്കാരെ ഹെലികോപ്റ്റർ മൂലം ആശുപത്രികളിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങളും നടന്നു വരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി ഇപ്പോൾ ചെന്നൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നുണ്ട്. തമിഴ്നാടിൻ്റെ ഈ പ്രളയക്കെടുതിക്ക് വേണ്ട ഫണ്ട് ആവശ്യപ്പെട്ട്, കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും വീണ്ടും തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ വലിയ നാശനഷ്ടം സൃഷ്ടിച്ച മഴ ഇപ്പോൾ പല ഭാഗങ്ങളിലും ആയിരക്കണക്കിന് ജനങ്ങളെ ദുരിതത്തിലായി ആഴ്ത്തിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കില്ല. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് തീരുമാനം. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞു. അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 138.60 അടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ഗണ്യമായി വർദ്ധിച്ചിരുന്നു. ഇന്നലെ 12,000 ക്യുസെക്സിലധികം വെള്ളമാണ് സെക്കൻഡിൽ ജലാശയത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നത്. എന്നാൽ പെരിയാർ വനമേഖലയിലും വൃഷ്ടിപ്രദേശങ്ങളിലും മഴ കുറഞ്ഞതോടെ നീരൊഴുക്കും കുറഞ്ഞു. നിലവിൽ 2,608 ക്യുസെക്സ് വെള്ളമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്.
തമിഴ്നാട് ടണൽ മാർഗം കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും 256 ക്യുസെക്സായും കുറച്ചു. വരും മണിക്കൂറുകളിൽ മഴ ശക്തമായെങ്കിൽ മാത്രമേ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പെരിയാറിലേക്ക് ഒഴിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഇടുക്കിയിലെ ചെറുകിട അണക്കെട്ടുകളായ ഇരട്ടയാറും കുണ്ടളയും പരമാവധി സംഭരണ ശേഷിയിലേക്ക് അടുക്കുകയാണ്. ഇരട്ടയാറിൽ 749 മീറ്ററും കുണ്ടളയിൽ 1758.45 മീറ്ററുമാണ് ജലനിരപ്പ്. മാട്ടുപ്പെട്ടി, പൊന്മുടി, ആനയിറങ്കൽ ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരുകയാണ്. ഇടുക്കിയിലേക്കുള്ള നീരൊഴുക്കിലും വർധനവുണ്ട്. 2365.02 അടിയാണ് നിലവിലെ ജലനിരപ്പ്. എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 15 അടിയോളം കുറവാണ് ഇടുക്കിയിലെ നിലവിലത്തെ ജലനിരപ്പ്. ന്യൂസ് 18 ഇടുക്കി. ചൈനയിൽ വൻ ഭൂചലനം. ഗാൻസു പ്രവിശ്യയിലുണ്ടായ ഭൂചലനത്തിൽ 111 പേർ മരിച്ചു. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. 200-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 10 കിലോമീറ്റർ ചുറ്റളവിൽ ആഘാതം രേഖപ്പെടുത്തിയതായും അധികൃതർ പറഞ്ഞു. ഗാൻസു, കിങ്ഹായ് പ്രവിശ്യകളിലാണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ കേസെടുത്തു. സംസ്ഥാനത്തൊട്ടാകെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ശുപാർശ ചെയ്തത്. നിലവിലെ അന്വേഷണ സംഘമാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയത് കാസർഗോഡാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് നടത്തിയ അന്വേഷണത്തിലെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൃത്യമായി അറിയിച്ചിരുന്നു. ആ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചതിന് ശേഷമാണ് മ്യൂസിയം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. ആ പരാതിന്മേലാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യം. ആ പശ്ചാത്തലത്തിൽ മറ്റ് പൊതു തെരഞ്ഞെടുപ്പുകളിൽ ആ തിരിച്ചറിയൽ കാർഡുകൾ, വ്യാജമായി നിർമ്മിച്ച തിരിച്ചറിയൽ കാർഡുകൾ അത് ഉപയോഗിക്കാൻ സാധ്യതയുള്ളതിനാൽ അത് സംബന്ധിച്ച വിശദമായ പരിശോധന നടത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യം. അതോടൊപ്പം തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസാണ് എന്ന് നേരത്തെ തന്നെ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി നടപടികളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വ്യക്തമാക്കാനുള്ളത് ഇനി ഒരു കാര്യം മാത്രമാണ്. നിലവിൽ ഈ തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 5 പേർ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ആ കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത തുടരുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമെന്നും തന്നെയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ തിരക്ക് തുടരുന്നു. ഉച്ചവരെ 45,000 പേരാണ് പോലീസിന്റെ കണക്കിൽ മല കയറിയത്. വിവരങ്ങളുമായി സി.വി. അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, വിശദാംശങ്ങൾ. ശബരിമലയിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ട്. ഉച്ചവരേക്കും ഏതാണ്ട് 45,000-ലധികം അയ്യപ്പന്മാർ 18-ാം പടി ചവിട്ടിയെന്നാണ് കണക്ക് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെയും അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് യാത്ര പുറപ്പെട്ടവരൊക്കെ സന്നിധാനത്തിൽ ദർശനം നടത്തിയത് രാവിലെ 9 മണിയോടെയാണ്. അത്രമാത്രം വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. രാവിലെ പമ്പയിൽ നിന്നും ഭക്തരെ കയറ്റിവിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഉച്ചയോടെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഉച്ചയോടെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരെ തടസ്സമില്ലാതെ കടത്തിവിടുന്ന ഒരു നിലയാണ് ഉള്ളത്. രാവിലെ തടയുന്നതിന് പ്രധാനപ്പെട്ട കാരണം തലേദിവസം രാത്രി സന്നിധാനത്തിൽ അയ്യപ്പന്മാർ മടങ്ങിയതിനു ശേഷമേ മറ്റുള്ളവരെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ നിയന്ത്രണത്തെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി, നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ പമ്പ മുതൽ സന്നിധാനം വരെ അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടില്ലാതെ തടസ്സമില്ലാതെ എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മരക്കൂട്ടത്തിന് ശേഷം ക്യൂ കോംപ്ലക്സിൽ ചിലപ്പോൾ അല്പസമയം കാത്തിരിക്കേണ്ടി വരും. മറ്റെവിടെയും തടസ്സങ്ങളില്ല എന്നതാണ് ഉച്ചയ്ക്ക് നമുക്ക് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്ന കാര്യം. KP ധനേഷിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഇസ സ്മോൾ ഫിനാൻസും ബാങ്കും പ്രമുഖ ഫിൻടെക് സ്ഥാപനമായ റേഡിയൻ
യെസ് മണിയും കൈകോർക്കുന്നു. ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനങ്ങൾ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇരു സ്ഥാപനങ്ങളും കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ സാധിക്കുന്ന UPI, ATM സേവനങ്ങൾക്കും യെസ് മണി ഇതോടൊപ്പം തുടക്കം കുറിച്ചു. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഇസാഫിന്റെ ബിസിനസ് കറസ്പോണ്ടന്റായി യെസ് മണി പ്രവർത്തിക്കും. അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനും സാധിക്കും. ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ, വിവിധ റീചാർജുകൾ, ബിൽ അടവുകൾ തുടങ്ങിയവയും ഇതോടൊപ്പം ലഭ്യമാകും. റീറ്റെയിൽ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനവും ഉപഭോക്താക്കൾക്ക് കൂടുതൽ സേവനങ്ങളും ഉറപ്പാക്കാനാകും. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5710 രൂപ, പവന് 45,680, വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോ 80,000, പ്ലാറ്റിനം ഗ്രാമിന് 3432 രൂപ. താരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ലേഡീസ് ബാൻഡ് പൂർണ്ണമാവുന്നു. നമസ്കാരം. സവർക്കർ SFI എന്നുള്ളതാണ് ഇവിടെ ഇവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന